ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. റോമാലേഖനം 9-ാം അധ്യായം അതിൻ്റെ 19 മുതലുള്ള ഭാഗങ്ങളിൽ, ആകയാൽ അവൻ പിന്നെ കുറ്റം പറയുന്നതെന്ത്? ആർ അവൻ്റെ ഇഷ്ടത്തോട് എതിർത്തു നിൽക്കുന്നു എന്ന് നീ എന്നോട് ചോദിക്കും. അയ്യോ മനുഷ്യ, ദൈവത്തോട് പ്രത്യുത്തരം പറയുന്ന നീ ആർ? മെനഞ്ഞിരിക്കുന്നത് മെനഞ്ഞവനോട് നീ എന്നെ ഇങ്ങനെ ചമച്ചതെന്ത് എന്ന് ചോദിക്കുമോ? വചനം പറയുകയാണ്, സൃഷ്ടി ചോദിക്കുകയാണ്, എന്നെ നീ ഇങ്ങനെ സൃഷ്ടിച്ചത് എന്തിന് എന്ന് ചോദിക്കൂ. അതാണ് പറയുന്നത്, മെനഞ്ഞിരിക്കുന്നത് മെനഞ്ഞവനോട് നീ എന്നെ ഇങ്ങനെ ചമച്ചത് എന്ത് എന്ന് ചോദിക്കുമോ? അല്ല, കുശവന് അതേ പിണ്ടത്തിൽ നിന്ന് ഒരു പാത്രം മാനത്തിനും മറ്റൊരു പാത്രം അപമാനത്തിനും ഉണ്ടാക്കുവാൻ മണ്ണിന്മേൽ അധികാരമില്ലയോ? പ്രിയരെ, കുശവനെക്കുറിച്ചും മണ്ണിനെക്കുറിച്ചും വചനത്തിനകത്ത് ഉപമിച്ച് വ്യക്തികളോട്, സഭയോട്, നമ്മോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ദൈവത്തിന് ഒരു പിണ്ടത്തെ മാനത്തിനും മറ്റൊരു പിണ്ടത്തെ അപമാനത്തിനും സൃഷ്ടിക്കാൻ മണ്ണിൻ്റെ മേൽ അധികാരമുണ്ട്. കുശവൻ അപ്പനാണ്. ദൈവത്തിന് ഇഷ്ടമുള്ള പാത്രമാകാനേ പറ്റൂ. പ്രിയരെ, നമ്മൾ എന്തേലും ആകാമെന്ന് തീർന്നാൽ ആയിത്തീരത്തില്ല. നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ആക്കുന്നതല്ല നമ്മുടെ ദൈവം. ഇവിടെ വചനം പറയുന്നു, ദൈവത്തിനൊരു ഇഷ്ടമുണ്ട്. അതാണ് കഴിഞ്ഞ ദിവസമൊക്കെ വചനത്തിലൂടെ ഇടപെട്ടത്. യാക്കോബിനെ ദൈവം സ്നേഹിച്ചു. ഇതൊരു വിളിയാണ്, ഇതൊരു തെരഞ്ഞെടുപ്പാണ്. സന്നിധി സംഘത്തിൻ്റെ അംഗമായിരുന്ന, ഒത്തിരി ക്വാളിറ്റിയുള്ള, അധികാരപത്രം കയ്യിലുള്ള, കുതിരയുടെ പുറത്ത് പാഞ്ഞു വന്ന ആ ശൗലിനെ ദമസ്കോസിൻ്റെ പടിവാതിൽക്ക വെച്ച് ദൈവം തൊട്ടുന്ന എത്രയോ ശൗലുമാരുണ്ടായിരുന്നു. പക്ഷേ ഒരു ശൗലിനെ ദൈവം തൊട്ടില്ലേ? ഇതൊരു വിളിയാണ്, ഇതൊരു തെരഞ്ഞെടുപ്പാണ്. പ്രിയരെ, പാത്രം ചോദിക്കുകയാണ്, നീ എന്നെ ഇങ്ങനെ സൃഷ്ടിച്ചത് എന്ത് എന്ന് പാത്രത്തിന് ചോദിക്കാൻ ഒരു വ്യവസ്ഥയുമില്ല. അതാണ്, കുശവന് മണ്ണിൻ്റെ മേൽ അധികാരമില്ലയോ? എന്നാൽ ദൈവം തൻ്റെ കോപം കാണിപ്പാനും ശക്തി വെളിപ്പെടുത്തുവാനും യഹൂദന്മാരിൽ നിന്ന് മാത്രമല്ല ജാതികളിൽ നിന്നും വിളിച്ച് തേജസ്സിനായി മുന്നൊരുക്കിയ കരുണാപാത്രങ്ങളായ നമ്മിൽ, ജാതികളിൽ നിന്ന് ദൈവം നാട്ടൊലിവായിരുന്നതിനോട് ചേർത്ത് കാട്ടൊലിവിനെ ഒട്ടിച്ചെന്ന അതവിടെ പറയുന്നത്. യഹൂദന്മാരിൽ നിന്ന് മാത്രമല്ല ജാതികളിൽ നിന്നും വിളിച്ച തേജസ്സിനായി മുന്നൊരുക്കിയ കരുണാപാത്രങ്ങളായ നമ്മിൽ. ഇതൊരു കരുണയാണ്, ഇത് അർഹതയില്ലാതെ കിട്ടിയ ദാനമാണ്. അടുത്ത് പറയുന്നു, തൻ്റെ തേജസ്സിൻ്റെ ധനം വെളിപ്പെടുത്തുവാനും ഇച്ഛിച്ചിട്ട് നാശയോഗ്യമായ കോപപാത്രങ്ങളെ വളരെ ദീർഘക്ഷമയോടെ സഹിച്ചു എങ്കിൽ എന്ത് എന്ന് വെച്ചാൽ, നാശത്തിലേക്ക് പോകേണ്ടിയിരുന്ന, തള്ളപ്പെട്ടു പോകേണ്ടിയിരുന്ന, നിത്യ നരകത്തിലേക്ക് പോകേണ്ടിയിരുന്ന നമ്മെ ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ട്, ആ കരുണ കൊണ്ട് നമ്മെ വിളിച്ചു വേർതിരിച്ചെങ്കിൽ, ഈ ചെറിയ ചെറിയ പ്രയാസങ്ങൾ വരുമ്പോൾ നീ എന്നെ ഇങ്ങനെ സൃഷ്ടിച്ചത് എന്തിനെന്ന് ആര് ചോദിക്കും? അതാ പറയുന്നത്, ഒത്തിരി കാര്യങ്ങളല്ല, ചെറിയ പ്രയാസം വരുമ്പോൾ നീ എന്നെ എന്തിനാ ദൈവം ഇങ്ങനെ സൃഷ്ടിച്ചേ? വചനം പറയുന്നു, അങ്ങനെ ചോദിക്കാൻ അധികാരമില്ല. കുശവന് മണ്ണിൻ്റെ മേലെ അധികാരമുണ്ട്. ഈ സന്ദേശം കേൾക്കുമ്പോൾ ലഭിച്ചിരിക്കുന്ന ജീവിതത്തെ, നല്ല പാത്രങ്ങളെ മറ്റുള്ള പാത്രങ്ങളെ നോക്കി കമ്പയർ ചെയ്യാതെ ദൈവം ഏൽപ്പിച്ചത് 1 താലന്തായാലും 2 താലന്തായാലും 5 താലന്തായാലും ഏൽപ്പിച്ചതിനകത്ത് വിശ്വസ്തയോടെ സഞ്ചരിച്ച് ദൈവരാജ്യത്തിന് പ്രയോജനപ്പെടുവാൻ ദൈവം കൃപ ചെയ്യട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു.